എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ ഒരു സെഷനിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ചില ചിന്താധാരകളെ തകർക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ബിസിനസ് വിജയത്തിന്റെ രഹസ്യം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ വായനയിൽ ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങള്, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊണ്ട കാര്യങ്ങളെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ചില വൈരുദ്ധ്യങ്ങൾ മനസ്സിലായി. അതിനുശേഷമാണ് ലോ ഓഫ് അട്രാക്ഷൻ കടന്ന് ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് ഫോക്കസും, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റും ഒക്കെ കണക്ട് ചെയ്ത് വന്നപ്പോഴാണ് ഇതിന്റെ വൈരുദ്ധ്യത്തിന്റെ വിഷയം എനിക്ക് മനസ്സിലായത്. പിന്നെ അതിൽ കൂടുതൽ ഞാൻ ഇറങ്ങി ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ അതിനോടുണ്ടായത്. അപ്പോൾ ആ ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ ഓപ്പണായി പറയണം എന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഈ സെഷൻ എടുക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സത്യം എന്താണ്, അതിലെ മിഥ്യ എന്താണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ വിജയ രഹസ്യം അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റെല്ലാ ബിസിനസ് ക്ലാസ്സുകളെ വ്യത്യസ്തപ്പെടുത്തി ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ബിസിനസ്സിൽ കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ബിസിനസ് സംഭവിക്കുന്നത് അതൊരു മാനസികമായിട്ടുള്ള വളർച്ചയാണ്, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ആണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് മൈൻഡ് സെറ്റ്. പല കോച്ചുകളും അത് പറയാൻ മടിക്കുന്നു എന്നുള്ള സത്യമാണ്. കാരണം പല ബിസിനസ് കോച്ചുകളും ബിസിനസ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ളവർ കുറവാണ്. അവർ ബിസിനസ് കോച്ചുകൾ മാത്രമായി മാറിയത് കൊണ്ടാണ് ഈ സംഭവം എന്നാണ് എനിക്ക് മനസ്സിലായിട്ട്. ഞാൻ പല സ്ഥലത്തും പോയപ്പോഴും പല ആൾക്കാരെ കണ്ടപ്പോഴും എൻ്റെ ജീവിതത്തിൽ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു വലിയ ബിസിനസ് സക്സസ് എന്നതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ചെറുതായാലും വലുതായാലും ബിസിനസ് ചെയ്തു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ നമ്മുടെ മാനസികമായിട്ടുള്ള പൊരുത്തം എത്രത്തോളം പ്രാധാന്യമാണെന്ന്. അപ്പൊ അവിടെയാണ് ഇത്തരം നിയമങ്ങൾ ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും നമുക്ക് ആവശ്യമുണ്ട്. അത് ശരിക്കും അറിയണം നിയമത്തെ. കണ്ണടച്ചിരുന്നാൽ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അതല്ല. ഇത്തരം നിയമങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാനാണ് ഈ വീഡിയോ. ഇത് ചിലപ്പോൾ കുറച്ചു നേരം ലെങ്ത് ആയെന്ന് വരും, പക്ഷെ നിങ്ങൾ പൂർണ്ണമായി ഇത് കേൾക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. അത്തരം ഒരു തിരിച്ചറിവിന്റെ ശാസ്ത്രത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ എല്ലാം റെഡി ആണല്ലോ അല്ലെ? താങ്ക് യു വെരി മച്ച്. എല്ലാവരും മനസ്സിൽ ഇപ്പൊ കാണുന്നവരെല്ലാവരും നന്ദിയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വേണ്ടിയായിരിക്കുന്നു എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ പോസിറ്റീവ് ചിന്തിച്ചാൽ മാത്രം മതി കോടീശ്വരനാവാം എന്നുള്ള ടാഗ് ലൈൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ? അതായത് നിങ്ങൾ പോസിറ്റീവ് ചിന്തിക്കൂ, നിങ്ങൾ കോടീശ്വരനാവാം. അല്ലെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കൂ, ബാങ്ക് ബാലൻസ് കൂടും. അല്ലെങ്കിൽ നിങ്ങൾ വിഷൻ ബോർഡിൽ എന്ത് കണ്ടു അത് നിങ്ങൾ ബാങ്കിൽ റിഫ്ലക്ട് ചെയ്യും എന്നുള്ള വാക്ക്. അതുപോലെ തന്നെയാണ് നിങ്ങൾ യൂണിവേഴ്സ് എല്ലാം ചെയ്തു തരുമെന്ന് വിശ്വസിച്ചാൽ ബിസിനസ് സക്സസ് ആകും എന്നുള്ള ഒരു തോട്ട്. ഇത് യഥാർത്ഥത്തിൽ എത്രത്തോളം നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നു എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ വാക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, എങ്കിലും നിങ്ങളത് മനസ്സിലാക്കേണ്ട തത്വമായതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാരണം നിങ്ങൾ ആരും ഇത് ഇങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ കേട്ട് കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് റീൽസ് ആയിട്ടും വീഡിയോ ആയിട്ടും കേട്ട് അതിനെ മാത്രം ഉൾക്കൊള്ളാനാണ് നിങ്ങൾ താല്പര്യം. ഇതിന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ പുസ്തകം തന്നെയുണ്ട്. ആകർഷണ നിയമവും ശാസ്ത്രീയ രീതികൾ എന്ന പേരിലാണ് ആ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായ വിശകലനം കൂടിയാണ് ആ പുസ്തകത്തിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് സൈക്കോളജിക്കലി ഇത് സാധനം വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ എനർജിയുടെ കണക്ഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ആവുന്നത്, എന്താണ് ഈ ശുഭാപ്തി വിശ്വാസം എന്നുള്ളത് കൃത്യമായി ആ പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്. പുസ്തകം കിട്ടാത്തവരൊന്ന് ഞാൻ താഴെ ഇതിന്റെ കൂടെ ഫോട്ടോ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് ദണ്ടായിട്ട് നിങ്ങൾ ആരും കരുതണ്ട. അതൊരു മാജിക് വാൻഡ് അല്ല. പക്ഷെ അത് ശരിയായി മനസ്സിലാക്കിയാൽ
അതൊരു ബിസിനസ് വെപ്പൺ ആണെന്ന് മനസ്സിലാക്കണം. ബിസിനസ് വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെപ്പണാണ് ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷെ അത് മനസ്സിലാക്കി വേണ്ട പോലെ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ ചില മിഥ്യാധാരണകളെ മുഴുവൻ തകർക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ഭ്രമങ്ങൾ മുഴുവൻ പൊളിക്കാൻ പോവുകയാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ എന്റർപ്രണറെ ഞാനിന്ന് ഉണർത്തും എന്നത് സത്യം. ഇതാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ദ പാർട്ട് നമ്പർ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിങ്ക് പോസിറ്റീവ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റ്. പലരും കരുതുന്നത് ഞാൻ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാം ശരിയാകും എന്നുള്ളത്, നെഗറ്റീവ് ആണെങ്കിൽ എല്ലാത്തിനും യൂണിവേഴ്സ് എന്നെ പണിഷ് ചെയ്യുമെന്നുള്ളതാണ്. സ്ട്രഗിൾ വന്നാൽ ഞാൻ മിസ് അലൈൻഡ് ആയി പോകും, കംപ്ലീറ്റ് തകർന്നു പോകും എന്നുള്ളത്. എന്നാൽ ഇത് വളരെ അപകടകരമായ ഒരു വിശ്വാസമാണെന്ന് അറിയുക. കാരണം ചിന്ത മാത്രം പണം ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ ഡ്രീമേഴ്സിനും ബില്യണറായി മാറിയേനെ. അപ്പൊ ചിന്ത കൊണ്ട് മാത്രം അല്ല പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ചിന്ത ഒരു ഡിസിഷൻ ഉണ്ടാക്കും, ഡിസിഷൻ ഒരു ആക്ഷൻ ഉണ്ടാക്കും, ആക്ഷൻ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്: തിങ്കിങ്, ഫീലിംഗ്, ആക്ഷൻ, ഹാബിറ്റ്, ഡെസ്റ്റിനിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ക്രമം പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരുമെന്ന് പറയുന്ന ഒറ്റ ലൈനിൽ നിൽക്കാതെ കണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുകയും ആ ആക്ഷൻ അനുസരിച്ചുള്ള ഹാബിറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കുകയും ആ ഹാബിറ്റ്സ് നിങ്ങളുടെ ക്യാരക്ടറായി മാറുകയും ആ ക്യാരക്ടർ നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. അവിടെ കുറച്ച് അവരും ഇത് വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ ഗ്യാപ്പിനെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ എല്ലാവരും മറന്നു പോകുന്നത്, പലരും പറയാൻ മറക്കുന്നതും അല്ലെങ്കിൽ മടിക്കുന്നതുമായ ഒരു സത്യം എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലേസി മില്യനെയർ മിത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ലേസി മില്യനെയർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മുഴുവൻ കേൾക്കും. ഹാർഡ് വർക്ക് വേണ്ട, ജസ്റ്റ് അലൈൻ യുവർ വൈബ്രേഷൻ, പ്രോബ്ലം ഇഗ്നോർ ചെയ്താൽ ഡിസപ്പിയർ ആവും, എല്ലാം പ്രോബ്ലം ഇഗ്നോർ ചെയ്താൽ അത് ഡിസപ്പിയർ ആയി പോകും എന്നുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നിങ്ങൾ കാണും. അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഇതൊരിക്കലും പോസിബിളായ കാര്യമല്ല. ഇത് സ്പിരിച്വാലിറ്റി അല്ല, ഇത് സെൽഫ് ഡിസ്ട്രാക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം. റിയൽ എന്റർപ്രണർ ആണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സ്ട്രെസ് ഉണ്ടാവും, ഫിയർ ഉണ്ടാവും, ക്യാഷ് ഫ്ലോ പ്രഷർ ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും, റിജക്ഷൻ ഉണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു എന്റർപ്രണർ ജേർണിയിലെ എസെൻഷ്യൽ പാർട്ടാണെന്ന് അറിയുക. ഇവ ഒഴിവാക്കുക എന്നതല്ല സ്പിരിച്വൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവ ഒഴിവാക്കുന്നതല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ അയോഗ്യനായി മാറപ്പെടും. യൂണിവേഴ്സ് നിങ്ങളുടെ അൺകംഫർട്ട് സോണിനെ റിവാർഡ് ചെയ്യ, അല്ല, യൂണിവേഴ്സ് നിങ്ങളുടെ കംഫർട്ട് സോണിനെ ഒരിക്കൽ റിവാർഡ് ചെയ്യില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ കറേജ് ആയിട്ട് എടുക്കുന്ന കാര്യത്തെയാണ് റിവാർഡ് ചെയ്യുന്നത്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങൾ ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരാൻ പറ്റില്ല. ബിസിനസ് വളർച്ചയ്ക്ക് ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണ്. അവിടെ നിങ്ങൾ എങ്ങനെയാണ് ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുന്നത്, അവിടെയാണ് പ്രാധാന്യം. ഏത് തരത്തിലുള്ള മൈൻഡ് സെറ്റിലൂടെയാണ് നിങ്ങൾ കാമായി, ഇതെല്ലാം ഉള്ളതാണ് അഗ്രി വിത്ത് ദാറ്റ് എന്ന് പറയുന്ന അവയർനെസ് എന്ന് പറയും. ആ അവയർനെസ്സിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ വിജയം സാധ്യമാവൂ. അപ്പോൾ നമ്മുടെ കറേജസിനാണ് യൂണിവേഴ്സ് റിവാർഡ് നൽകുന്നതെന്ന് അറിയുക. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മാജിക് ആയ ഒരു കാര്യമല്ല എന്ന് ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളുക. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ജസ്റ്റ് എ മാജിക്. ഇറ്റ് ഇസ് എ മെന്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. MOS ആണ് സംഭവം. ഇത് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ ബ്രെയിൻ നോട്ടീസ് ചെയ്യുന്നു. ആ നോട്ടീസ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഡിസിഷൻസ് ആക്കി മാറുന്നു. ആ ഡിസിഷൻ നിങ്ങളെ ചേഞ്ച് ആക്കുന്നു. ആ കോൺഫിഡൻസ് നിങ്ങളെ ഷേപ്പ് ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ലളിതമായി കൃത്യമായി സിസ്റ്റമാറ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ നോട്ടീസ് ചെയ്യുന്നു.
നിങ്ങളുടെ ഡിസിഷൻ അത് ചേഞ്ച് ചെയ്യുന്നു, നിങ്ങളുടെ കോൺഫിഡൻസ് ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉള്ളവർക്ക് മാത്രമാണ് ഇത് സാധ്യമാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ടാവണം, ഫോക്കസ് ആയിട്ടുള്ള ഗോൾ ഉണ്ടാവണം. ഒരു മാർക്കറ്റിൽ നിന്നാലും ഏതെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ മാർക്കറ്റ് മാറിയാലും റിസൾട്ട് ഉള്ളിലേക്കുള്ള നമ്മുടെ ഫോക്കസ് മാറാതിരിക്കണം. മാർക്കറ്റ് മാറിയെന്ന് വെച്ചാൽ മാർക്കറ്റിലെ കണ്ടീഷൻ പലപ്പോഴും മാറും, പക്ഷെ നമ്മുടെ റിസൾട്ടിനെ മാറ്റാനുള്ള കറേജസ് നമ്മൾ കാണിക്കണം. അവിടെ വ്യത്യാസപ്പെടുത്തി പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് ക്ലാസ്സിൽ ഞാൻ ഇനി വരാനിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഫോർ ബിസിനസ് പീപ്പിൾ എന്ന് പറയുന്ന 7 days നമ്മളെ ഒരു ക്ലാസ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ക്ലാസ് ഞാൻ അനൗൺസ് ചെയ്യും. അതിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ബിസിനസ് വിജയിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് താമസിക്കാതെ വരാനുള്ള ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഒരു 7 days ബിസിനസ് തുടങ്ങാനുള്ള ഒരു സാധാരണക്കാരനെ ബിസിനസ് ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ബിസിനസ്സുകാരനാവാൻ പറ്റുക എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 7 days മാസ്റ്റർ ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പോസ്റ്റർ 2-3 ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കാണാം. നിങ്ങൾ ജോയിൻ ചെയ്യുക. സാധാരണക്കാരായ ആൾക്കാർക്കും ബിസിനസ്സുകാരാകാൻ പറ്റും. ഏറ്റവും ലോ ഇൻവെസ്റ്റ്മെന്റിൽ അതിനെല്ലാ ടെക്നിക്കും എല്ലാം അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 7 days മാസ്റ്റർ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് സംഭവിക്കും. ഫ്രീ ആയിട്ടുള്ള ഇതുപോലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. 4ാമത്തെ കാര്യം കൂടി, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്ന്, നിങ്ങളുടെ കാര്യങ്ങൾ താഴെ ഒന്ന് എഴുതിയിടാനും മറക്കാതിരിക്കുക. ജസ്റ്റ് യുവർ കമന്റ് ഈസ് മോർ വാല്യുബിൾ. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു പവർ എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്നോ, എനിക്ക് സക്സസ് വേണം. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന സാധനം കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് നിന്റെ സക്സസ്? വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ സക്സസ്? എന്ത് നേടുമ്പോഴാണ് നീ സക്സസ് ആവുന്നത്? യു ആർ നോട്ട് ഡിഫൈൻഡ് ഇറ്റ്. വണ്ടി കിട്ടിയാലാണോ, കല്യാണം കഴിച്ചാലാണോ, 1 കോടി രൂപ ഉണ്ടായാലാണോ, അല്ലെങ്കിൽ ബിസിനസ് 25 ബ്രാഞ്ചസ് ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ മൾട്ടി മില്യൺ റുപ്പീസിന്റെ ബിസിനസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഡോളറിന് ബിസിനസ് ചെയ്യുന്നതാണോ? വാട്ട് ഈസ് യുവർ സക്സസ്? ഇതെങ്ങനെ യൂണിവേഴ്സിന് തിരിച്ചറിയാൻ പറ്റും? നിങ്ങൾക്ക് തന്നെ ഉണ്ടോ? നിങ്ങൾ തന്നെ കൺഫ്യൂഷൻ അല്ലേ, എന്താണ് എന്റെ സക്സസ് എന്ന് ചോദിച്ചാൽ? അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ നമുക്ക് സാധ്യമല്ല. വാട്ട് യു വാണ്ട്, റൈറ്റ് ഇൻ എ പേപ്പർ, ഡ്രോ ഇറ്റ് പ്രോപ്പർലി. എന്റെ സക്സസ് ഇതാണ് എന്ന് എഴുതി വെക്കണം. എന്നിട്ട് ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പൊ യൂണിവേഴ്സിന് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല, ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവില്ല, ആക്ഷൻ കൺഫ്യൂസ്ഡ് ആവില്ല. അവിടെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു പവർ എന്ന് പറയുന്നു. വാട്ട് ഈസ് യുവർ സക്സസ് എന്നത് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് 1 by 1 ആയിട്ട് ക്ലിയർ ആക്കിയാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. യൂണിവേഴ്സിന് കൺഫ്യൂസ്ഡ് ആവരുത്, ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവരുത്, ആക്ഷൻ കൺഫ്യൂസ്ഡ് ആവരുത്. ക്ലിയർ ആയിരിക്കണം. അപ്പൊ സക്സസ്ഫുൾ എന്റർപ്രണർ എന്ന് പറയുന്നത്, എനിക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ഇത്ര റവന്യൂ ഉണ്ടാവണം, എനിക്ക് ഈ മാർക്കറ്റിൽ നിന്നും ഇത്ര റവന്യൂ ഉണ്ടാവണം, എനിക്ക് ഇത്ര കസ്റ്റമർ സെഗ്മെന്റ് വേണം, എനിക്ക് ഇത്ര ടൈം ഫ്രെയിമിനകത്ത് ഇത്രയും ഉണ്ടാക്കണം എന്നുള്ള കാര്യം വരണം. അപ്പൊ ക്ലാരിറ്റി വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഫിയർ കുറയും. നേരത്തെ പറഞ്ഞില്ലേ, ഫിയർ ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ, ആ ഫിയർ കുറയും. ക്ലാരിറ്റി വന്നാൽ പ്രൊക്രാസ്റ്റിനേഷൻസ് ഇല്ലാതെയാകും. ക്ലാരിറ്റി വന്നാൽ ആക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ സത്യം എന്നറിയുക. ഇനി 5ാമത്തെ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരാൾക്കുള്ള ബിലീഫ് സിസ്റ്റത്തെ അവർ റീപ്ലേസ് ചെയ്തത് എന്നുള്ളതിന്റെ ചെറിയൊരു സ്റ്റോറി നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് അവരുടെ പേര് സാറ എന്നെടുക്കാം. സാറ എങ്ങനെയാണ് ഒരു 300% ഗ്രോത്ത് ഉണ്ടാക്കിയെന്നുള്ളൊരു കഥയാണ്. സാറയ്ക്ക് എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഇത്രയും ആക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താവാൻ? എനിക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവൾ ഒരുപാട് വിഷ്വലൈസേഷൻ ചെയ്തു, മാർക്കറ്റ് അനലൈസ് ചെയ്തു, സ്ട്രാറ്റജി പിവോട്ട് ചെയ്തു, ഒക്കെ ചെയ്തു. റിസൾട്ട് എന്തായിരിക്കും? വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ക്ലാരിറ്റി വന്നു, മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഏത് സ്റ്റെപ്പാണെന്ന് ക്ലാരിറ്റി മനസ്സിലായി, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ
ഓട്ടോമാറ്റിക് ക്ലാരിറ്റി വന്നു. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് അവർക്ക് ആദ്യം ബിലീഫ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പൊ അതിനു വേണ്ടി അവര് 3 സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി. റിസൾട്ട് ഉണ്ടായത് 18 മാസത്തിനുള്ളിൽ അവരുടെ ബിസിനസ് 300% ഗ്രോത്തിൽ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് സിസ്റ്റമാറ്റിക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമല്ല, സ്ട്രാറ്റജിയെ ഷാർപ്പൺ ചെയ്യുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെയാണ് ഇതിന്റെ പ്രത്യേകത ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ബിസിനസ് ഫോർമുല എന്ന് പറയുന്നത്, റിയൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഫോർമുല എന്ന് പറയുന്നത് ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, സ്ട്രോങ് ഇമോഷണൽ കണക്ടിവിറ്റി, ഡെയിലി അല്ലെങ്കിൽ കൺസിസ്റ്റൻസ് ആക്ഷൻ. ഡെയിലി ആക്ഷൻ എന്ന് എളുപ്പത്തിൽ പറയാം. അപ്പോ CSD നിങ്ങൾ ഉപയോഗിക്കുക. ക്ലിയർ ദ തോട്ട്സ്, സ്ട്രോങ് ഇമോഷൻ, ഡെയിലി ആക്ഷൻ. ഇത് മൂന്നും അലൈൻമെന്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുക. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ 3 കാര്യം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് തത്വം. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ഡ്രീംസ് പ്ലസ് സ്മോൾ ആക്ഷൻ ഈസ് ഈക്വൽ ടു ഫ്ലക്ച്വേഷൻസ് എന്നറിയുക. നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ പ്രവർത്തനം വളരെ കുറവാണെങ്കിൽ നമ്മൾ ഫ്ലക്ച്വേഷൻസിൽ പെട്ടുപോകും. ബിഗ് ആക്ഷൻ പ്ലസ് നോ ബിലീവ്സ് ബേൺ ഔട്ട് ആണ്. ഇതെല്ലാം തിയറിയാണ്. ബിലീവ്സ് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു ഇൻവൈറ്റബിൾ, അതായത് അനുഭവമായ വളർച്ച ഉണ്ടാവും എന്നുള്ള. അപ്പൊ ഇതിന് ഡെയിലി നിങ്ങൾ ചില പ്രാക്ടീസുകളിലൂടെ കടന്നു പോകണം. ഡെയിലി മാപ്പിംഗ് കൂടി ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ബിസിനസ് ഗോൾ എന്താണെന്ന് നിർവചിക്കണം. എനിക്ക് എത്ര ഇൻകം വേണമെന്ന് നിർവചിക്കണം. എപ്പോഴാണ് ഇത് ഉണ്ടാവേണ്ടത്, എപ്പോഴാണ് ഞാൻ അവിടെ എത്തേണ്ടത് നിർവചിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് ചെയ്യേണ്ട ആക്ഷൻ എന്താണെന്ന് എല്ലാ ദിവസവും ഇത് നിങ്ങളെല്ലാം ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അത് പറ്റുമെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക. അതിൽ ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, അത് കംപ്ലീറ്റ് ഡെയിലി പ്രാക്ടീസ്, സ്ക്രിപ്റ്റ്, അങ്ങനെ കുറെ തിയറി ഉണ്ട്. ഇതൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ വിശദമായി പഠിപ്പിക്കാം. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്നവരെല്ലാവരും റിച്ച് ആവുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണല്ലോ ഞാൻ റിച്ച് ആകുമെന്ന്. അങ്ങനെയല്ല, നമ്മൾ റിച്ച് ആകുമെന്നല്ല പറയേണ്ടത്, ഞാൻ ഡെയിലി ഡിസിപ്ലിൻഡ് ആക്ഷൻ എടുക്കുമെന്നുള്ള. അപ്പോഴാണ് നമ്മൾ റിച്ചായി മാറുക എന്നുള്ളത് അറിയുക. അപ്പോൾ ഒറ്റ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളോട് ഒറ്റ ഇതാണ് ചോദിക്കുക, ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പോകുന്നത്? യൂണിവേഴ്സ് നിങ്ങളെ A എന്നാൽ യൂണിവേഴ്സ് നിങ്ങളെ പണിഷ് ചെയ്തു എന്നാണോ, ഇത് സോൾവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണോ നിങ്ങളുടെ ചിന്തകൾ എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത് എന്തായിരിക്കും? യൂണിവേഴ്സ് എന്നെ പണിഷ്മെന്റ് ചെയ്യുന്നത്, യൂണിവേഴ്സ് തന്നെ ദൈവം എന്ന് നിങ്ങൾ പറയും അല്ലെ, യൂണിവേഴ്സ് ദൈവം എന്നെ പണിഷ്മെന്റ് ചെയ്യുന്നു എന്നതാണോ നിങ്ങൾ ആലോചിക്കുക? അല്ല, ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുക എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്